ഇടുക്കിയിൽ നിന്ന് ഒരു വാർത്ത വരുന്നു. ഇടുക്കിയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ യുവാവ് സുഹൃത്തിനെ കൊലപ്പെടുത്തി. ഈയിടെയായിട്ട് ഇത്തരം കേസുകൾ കൂടുന്നുണ്ട്. ഇരട്ടയാർ സ്വദേശി രാഹുൽ സണ്ണിയാണ് മരിച്ചത്. ചക്കക്കാനം സ്വദേശി സജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുലിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കഴുത്തിൽ തുണി കെട്ടി മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഇത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ്. മദ്യപിക്കാൻ പോകുന്ന സമയത്ത് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് തോന്നുന്നു. മദ്യപിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഭാവം മാറി, തർക്കമായി, ഒടുവിൽ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ മദ്യലഹരിയിലാണോ ഇയാൾ ഈ കൃത്യം ചെയ്തത് രാഹുൽ? മദ്യലഹരിയിൽ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇടുക്കിയിൽ മാത്രം മദ്യലഹരിയിൽ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകം, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണ് ഈ ഇരട്ടയാറിൽ നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 10:00 ഇരട്ടയാറിൽ ഈ സംഭവം നടക്കുന്നത്. പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപം ഇരുന്ന് ഇരുവരും മദ്യപിക്കുകയായിരുന്നു. അതേ തുടർന്ന് ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. തർക്കങ്ങളെ തുടർന്ന് കൊലപാതകം ഉണ്ടാവുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. നാട്ടുകാർ തന്നെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ ഈ കൊല്ലപ്പെട്ട രാഹുലിന്റെ മുകളിൽ കയറിയിരിക്കുന്ന നിലയിലാണ് സജയനെ കണ്ടെത്തിയത്. ആദ്യം മർദ്ദിച്ച് അവശനാക്കുന്നു. അതിനുശേഷം കഴുത്തിൽ തുണി ചുറ്റിയ ശേഷം റോഡിലൂടെ വലിച്ചുകൊണ്ട് പോയി എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പോലീസ് സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ഈ കൊല്ലപ്പെട്ട രാഹുലിന് ചെറിയ രീതിയിലുള്ള ജീവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് രാഹുൽ കൊല്ലപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സജയനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. അല്പസമയത്തിനുള്ളിൽ ഫോറൻസിക് സംഘം ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിക്കുമെന്നും പോലീസ് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ്. ഇത് മദ്യപിച്ച് കഴിഞ്ഞൊരു ഘട്ടം കഴിഞ്ഞാലേ മനുഷ്യരെന്താ ഇങ്ങനെ പെരുമാറുന്നത് മനസ്സിലാവുന്നില്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ പട്ടി അടിക്കാൻ വന്നു കഴിഞ്ഞാൽ പട്ടിയെ പോയി താലൂലിക്കും, ഇല്ലല്ലോ. അപ്പോൾ ഇത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മദ്യപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇനി മദ്യപിച്ചാൽ തന്നെ അത് സോഷ്യൽ ഡ്രിങ്കിന്റെ ഭാഗമായി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന മുന്നറിയിപ്പ് കൂടി